ഹായ്, നാളെ മോളെ പിറന്നാളാണേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി തിരിച്ചായി രാത്രിയിൽ. ഇപ്പം എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്നതെല്ലാം അറിയാൻ പറ്റും. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തുള്ള ആ 250 ml കപ്പിൽ 3/4 കപ്പോളം മൈദയും അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം അരിച്ചെടുക്കും. കേക്ക് നല്ല സോഫ്റ്റ് കിട്ടാനും എല്ലാം വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് പാത്രം അടുപ്പിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എൻ്റെ അടുത്ത് ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പാത്രമാണ് ബേക്ക് ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു 3 റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ നേരത്തെ തന്നെ പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, ചൂട് തണിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുറച്ചായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഈ എഗ്ഗ് മിക്സിൽ നമ്മൾ അരിച്ച് വെച്ച ഫ്ലോർ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ മധുരം ഇടാതെ കോഫിയും കൂടെ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുത്തി അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ കേക്ക് ഹാർഡാവേ, അത് ചെയ്യാൻ പാടില്ല. കേക്ക് ടിന്നിൽ ഞാൻ ആദ്യം തന്നെ എണ്ണ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കേക്ക് മിക്സും കൂടെ ചേർത്തിട്ട് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് എല്ലാം പോക്കിയതിന് ശേഷം നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പണിയുള്ളൂ. അപ്പം നമ്മളെ കേക്ക് അവിടെ നിന്ന് ബേക്ക് ആവുന്നുണ്ട്. എൻ്റെ ഷുഗർ സിറപ്പ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കണം. 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ഇട്ടിട്ട് കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടാതെ വന്ന് കറക്റ്റ് പാകത്തിന് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് അവിടെ നിന്ന് തണുക്കുമ്പോഴത്തേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് അതിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട്. കേക്കിന് ആവശ്യമുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് മെൽറ്റായതിനു ശേഷം ഞാനതിൽ 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും നമുക്കത്. കേക്കിൻ്റെ മേലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷാണ് എടുക്കുന്നത്. സമയം 12 മണിയാവാനായി. എനിക്കിപ്പോൾ രാത്രിയിൽ കുറച്ച് പണിയും കൂടി ചെയ്ത് തീർക്കാനുണ്ട് കേക്കിൻ്റെത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ പിന്നെയും ബീറ്റ് ചെയ്യാണ്. വനില എസൻസും ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. നല്ലോണം ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫായി നിൽക്കുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നമ്മളെ കേക്ക് നോക്കിയാൽ നല്ലോണം തണുത്തിട്ടുണ്ട്. അതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം സ്ലൈസസ് ആയിട്ട്. നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്. നമ്മൾ തണുക്കാൻ വെച്ച ഷുഗർ സിറപ്പില്ലേ, അത് വെച്ചിട്ട് ഈ കട്ട് ചെയ്ത കേക്കുകൾ നമ്മൾ നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ നമുക്ക് ഈ ക്രീം ചേർത്തിട്ട്, ഞാൻ ഒരുപാട് ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് ചോക്ലേറ്റ് ട്രഫിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്രീം മാത്രമേ എടുക്കുന്നുള്ളൂ. ക്രീം കുറേ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് തേക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർത്തിട്ട് അത് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യും. അടിപൊളി ചോക്ലേറ്റ് ഗനാഷാട്ടോ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഡാർക്കും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടി അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. കേക്ക് കഴിക്കുമ്പോൾ ഇത് ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് എന്തെല്ലാം ഫില്ലിങ്സ് വെക്കണം തോന്നുന്നുണ്ട് അതെല്ലാം വെക്കാം. കാരണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ഇഷ്ടമല്ലേ. ചെറീസ് കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതില്ലേ നമ്മളെ ബർഫിയും കൂടെ ക്രഷ് ചെയ്തിട്ടിട്ടാൽ നല്ല രസം ഉണ്ടാവും കേക്ക് തിന്നുമ്പോൾ കടിക്കുക. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഇതേ മെത്തേഡ് അടിയിൽ എന്താണോ ചെയ്തത് അതേ മെത്തേഡിൽ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു ക്രം കോട്ട് അടിച്ചിട്ട് ഞാനിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെക്കറേഷൻസ് എല്ലാം നാളെ രാവിലെ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരുപാട് ക്രീം വേണ്ട, കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഒരു ക്രം കോട്ട് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത്. മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒരേ അളവിലെടുത്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനുള്ള ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ രാവിലെയായി മക്കളെല്ലാം സ്കൂളിൽ പറഞ്ഞതിന് ശേഷം കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഈ കേക്കിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര തിക്നെസ് ആവും. അപ്പോൾ ഒഴിക്കാൻ നമുക്ക് അത്ര സ്മൂത്തായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഞാൻ ചൂടാക്കിയിട്ട് അത് തണുക്കാൻ വെച്ചത്. ഇത് ഈ കേക്ക് ഫുള്ള് കവറാകുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ കേക്ക് ഫുള്ള് കവറായിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ചുറ്റും ഒന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കണേ. എന്തായാലും മക്കളെല്ലാം വൈകുന്നേരം വന്നതിന് ശേഷം സന്ധ്യക്കേ കേക്ക് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കേക്കെല്ലാം നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ഇന്നലത്തെ വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചത് അത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് അതിനെ കൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നോസിലൊന്നും യൂസ് ചെയ്യാണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബോർഡർ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേലെ ഡിസൈൻ ചെയ്യൽ മാത്രം. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈവനിങ് പാറൂട്ടി കേക്ക് കട്ട് ചെയ്യുമ്പോഴുള്ള വീഡിയോയും കൂടെ ഞാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. എല്ലാവർക്കും അപ്പോൾ ബൈ.